മക്കളെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കടാ, ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ. എല്ലാ സൈഡും 5 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഈ സൈഡും 5 സെന്റിമീറ്റർ, ഈ സൈഡും 5 സെന്റിമീറ്റർ, ഈ സൈഡും സെന്റിമീറ്റർ. അതിന്റെ കൂടെ തന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞത്? 8 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. 8 സെന്റിമീറ്റർ. ഇതെല്ലാം കൂടി വെച്ച് കൂട്ടി വെച്ച് കണ്ടിട്ട് 4 എണ്ണം വേണം. ഈ പറയുന്ന 4 ട്രയാങ്കിൾ വേണം, ഒരു സ്ക്വയറും വേണം. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചുണ്ടാക്കുന്ന സ്ക്വയർ പിരമിഡിന്റെ എത്ര പേപ്പർ ഉപയോഗിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പേപ്പർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ആകെ പരപ്പളവ് ഉപരിതല പരപ്പളവ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2al. ഇവിടെ നിങ്ങൾ നോക്കിയേ, ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ആരാ? എ എന്ന് പറഞ്ഞാൽ ആരാ? ഈ സ്ക്വയറിന്റെ സൈഡിൽ പറയുന്ന പേരാണ് ആര്? എ എന്ന് പറയുന്നത്. അപ്പൊ a 5 ആണ്. അടുത്തത് നമുക്കൊരു എൽ ഉണ്ട്. ഇതില്ല, എൽ ആരാ? എൽ എന്ന് പറയുന്നത് സ്ലാന്റ് ഹൈറ്റ് ആണ്, ചെരിവ് ഉയരമാണ്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. സോ സ്ലാന്റ് ഹൈറ്റ് 8 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 8. ഡൗട്ട് ഉണ്ടോ? എൽ എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 25 പ്ലസ് 2 ഇൻറ്റു 5 ആരാടാ? 2 ഇൻറ്റു 5 10 ആണ്. 10 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 80 ആണ്. സോ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 25 പ്ലസ് 80, ദാറ്റ് ഈസ് ഈക്വൽ ടു 105 സെന്റിമീറ്റർ സ്ക്വയർ. സെറ്റ് അല്ലേ?